ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ദിവ്യാസ് ഗാർഡൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കും വേണ്ട ഒരു ഓണം ഓഫറൊക്കെ. ഓണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മനോഹരമായ പൂക്കൾ കൊണ്ടൊരുക്കുന്ന പൂക്കളമാണല്ലോ. അപ്പം നമ്മുടെ വീട്ടിലും ഈ ഓണത്തിന് മനോഹരമായ പൂക്കൾ തരുന്ന കുറച്ച് സുന്ദരി ചെടികളെ വീട്ടിലോട്ട് കൊണ്ടുവന്നാലോ. 200-250 രൂപ റേറ്റിൽ വിറ്റുകൊണ്ടിരുന്ന അഡീനിയം തായ് വെറൈറ്റി ഇപ്പോൾ നിങ്ങൾക്ക് 1750 രൂപയ്ക്ക് സ്വന്തമാക്കാം. വേറെ എക്സ്ട്രാ ചാർജുകൾ ഒന്നുമില്ല. കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 10 കളറിന് 1750 രൂപയാണ്. 2250 രൂപയായിരുന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ നമ്മൾ ഓഫറിൽ 1750 രൂപയ്ക്ക് കൊടുക്കുന്നത്. 100 രൂപയുടെ പ്ലാന്റും ഓഫറിൽ ലഭ്യമാണ്. 1150 രൂപയാണ് 10 പ്ലാന്റിൻ്റെ റേറ്റ്. 100 രൂപയുടെ പ്ലാന്റിനും വേറെ എക്സ്ട്രാ ചാർജുകളൊന്നുമില്ല. 1150 രൂപ തന്നാൽ മതി. പ്ലാൻസ് വേണ്ടവർ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. കോളുകൾ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും കോളുകളൊന്നും വിളിക്കരുത്. നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ആമസോൺ ഷിപ്പിംഗ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് കൊറിയർ അയക്കുന്നത്. അപ്പോൾ വീട്ടിൽ കിട്ടുന്നതായിരിക്കും. പ്ലാൻസ് ഓർഡർ ചെയ്ത് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുക. ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 4 to 5 ഡേയ്സിനുള്ളിൽ വീട്ടിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് കിട്ടിക്കഴിയുമ്പോൾ ഒരു ഓപ്പണിംഗ് വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ മറക്കരുത്. പ്ലാൻസ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടല്ലേ കിട്ടിയത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ പറയുന്നത്. ഇപ്പോൾ മഴക്കാലമൊക്കെ മാറി അഡീനിയം ഒക്കെ നടാൻ പറ്റിയ നല്ല സമയമാണ്. മഴയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ മഴയുണ്ടെങ്കിലും അത് വലിയ കുഴപ്പമില്ല. മണ്ണ്, മണൽ, എംസാൻഡ് എന്നിവയാണ് കൂടുതലായും അഡീനിയത്തിന് പോട്ടിംഗ് മിക്സായി ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറ് കുറേ പേരൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ചകിരിച്ചോറ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചകിരിച്ചോറ് ഒഴിവാക്കിയാണ് നടാറ്. ഉമിക്ക് പകരം പെർലൈറ്റും ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിന് ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉമിയും പെർലൈറ്റും ഉപയോഗിക്കുന്നത്. അഡീനിയം നടാൻ എടുക്കുന്ന പോട്ടിംഗ് മിക്സ് ഏകദേശം നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരുവത്തിലായിരിക്കണം. ഒരുപാട് കട്ടയായി പോകാൻ പാടില്ല. നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടായിരിക്കണം അഡീനിയം നടാൻ തിരഞ്ഞെടുക്കേണ്ടത്. ചെറിയ പോട്ടിൽ നടുന്നതാണ് ഉത്തമം. പ്ലാന്റ് വലുതായി കഴിയുമ്പോൾ വലിയ പോട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വലിയ പോട്ടിൽ ആദ്യം തന്നെ നട്ടാൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പ്ലാന്റിൻ്റെ കോഡെക്സ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അഡീനിയത്തിന് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. 2-3 ദിവസം കൂടുമ്പോഴൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ മേൽമണ്ണ് ഡ്രൈ ആകുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. പ്ലാൻ സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് പരിമിതമാണ്. അപ്പോൾ വേണ്ടവരൊക്കെ വേഗം കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയം. താങ്ക് യു.